ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. കാപ്പി ഉണ്ടാക്കി, പിന്നെ ചോറ് വെച്ചിട്ടുണ്ട്. രാവിലത്തേക്ക് ഇന്ന് ചോറ് തന്നെയാണ് കേട്ടോ. പിന്നെന്താ കറി ഉണ്ടാക്കണം. പടവലങ്ങ തോരനോ മെഴുക്കുവരട്ടിയോ ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ ഉണക്കത്തേങ്ങയുണ്ട്, അതും വറുക്കണം കേട്ടോ. പിന്നെ അലക്ക് കഴിഞ്ഞു, അലക്കിയത് തുണിയൽ കേട്ടോ. പിന്നെ മുറ്റമൊന്നും അടിക്കാനുണ്ടായിരുന്നു, മുറ്റമടിച്ചു. ഇനി ചെടിയൊന്നും നനക്കണം കേട്ടോ. കുഞ്ഞാവ് ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല. അവൾ എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് നനക്കൽ പരിപാടിയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ആദ്യം തന്നെ പയറ് നനച്ചിട്ട് വെക്കട്ടോ. പയറ് വള്ളിയൊക്കെ റെഡിയായി വരുന്നുണ്ട്. ഇതിൽ 2 കുഞ്ഞുണ്ട്, അത് ഞാൻ പറിച്ചു വന്നിട്ടോ. ആകെ 2 ഉള്ളൂ. അപ്പൊ അത് നമ്മുടെ പടവലങ്ങയുടെ കൂടെ ഇടാം. കണ്ടച്ച് ഊറ്റിയിട്ടുണ്ട്. ഇവിടെ മുളക് നട്ടിട്ടുണ്ട്. മുളകും അതും കൂടി നനക്കണം. ഹായ് പറ, ഹായ് പറ, ഹായ്. ഉമ്മോട്ട്, ഉമ്മോട്ട്. ഞങ്ങള് പോയി അപ്പൊ ഞങ്ങൾ പോയി പല്ല് വെച്ചിട്ട് കുഞ്ഞാവയുടെ പല്ലൊക്കെ തേപ്പിച്ചു കൊടുത്തതിന് ശേഷം ചായയും കൊടുത്ത് കുഞ്ഞാവനെ അവിടെ ഇരുത്തിയേക്കും കേട്ടോ. പിന്നെ ഇത് പുറത്തത്തെ നനക്കല് കഴിഞ്ഞു, അകത്തും കൂടി നനക്കാനുണ്ട് കേട്ടോ. ഞാനിവിടെ റൂമിന്റെ അകത്ത് ഒരു 4 കൂൺ ബെഡ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നനച്ചു കൊടുത്തതിന് ശേഷം ഇത് റൂം പൂട്ടി ഇറങ്ങുവാണ്. പിന്നെ ഇത് കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. പടവലങ്ങ മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ പടവലങ്ങ അരിഞ്ഞെടുത്ത് വന്നപ്പോഴേക്കും ചോറിന്റെ കുക്കറിന്റെ എയറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ചോറ് വറുക്കാൻ പോവാണ്. അങ്ങനെ ചോറ് വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ രാവിലത്തേക്ക് പടവലങ്ങ മെഴുക്കുവരട്ടിയും ചോറും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉച്ചയാകുമ്പോഴേക്കും എന്തെങ്കിലും ഉണക്കമീൻ എന്തെങ്കിലും മേടിച്ച് വറക്കണം. ചെമ്മീൻ ഇരിപ്പുണ്ട്, ചിലപ്പോൾ അതെടുത്ത് വറക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴേക്കും എൻ്റെ കാതിലെ കമ്മലിന്റെ ജിമിക്ക് ഒരെണ്ണം വിട്ടുപോയി. ഒറ്റക്കാതിലിട്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര നേരം വീഡിയോ എടുത്തത്. അപ്പൊ അത് ഇനി റെഡിയാക്കണം. അതൊക്കെ പോട്ടെ, ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.